നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൊന്ത ചുഴലിക്കാറ്റിന് പിന്നാലെ മെലീസ ചുഴലിക്കാറ്റ്. പക്ഷേ ഇത്തവണ മെലീസ ചുഴലിക്കാറ്റ് ആശങ്കയാകുന്നത് കരീബിയൻ ദ്വീപ് സമൂഹങ്ങളെയാണ്. അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വലിയ ദുരന്തത്തെയാണ് അവർ നേരിടാൻ പോകുന്നത്. അവിടെ പല മേഖലകളിലും ഇപ്പോഴും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇനി അത് കടന്നു പോകുന്ന മറ്റുള്ള മേഖലകളിലെല്ലാം തന്നെ സജ്ജരായിരിക്കുകയാണ്. ജനങ്ങൾ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകളാണ് ഭരണാധികാരികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കരീബിയൻ ദ്വീപിനെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കരീബിയൻ ദ്വീപിനെ തകർത്തെറിഞ്ഞ കാറ്റിൽ 25,000-ഓളം വിനോദസഞ്ചാരികൾ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ക്യൂബ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് കരീബിയൻ ദ്വീപ് രാഷ്ട്രത്തെ കശക്കിയെറിഞ്ഞ ഈ മെലീസ കൊടുങ്കാറ്റ്. കാറ്റഗറി 5-ൽ പെടുന്ന കാറ്റായിട്ടായിരുന്നു ഇത് ജമൈക്കയെ സ്പർശിച്ചതെങ്കിലും പിന്നീട് നാഷണൽ ഹറിക്കെയിൻ സെന്റർ ഇതിനെ ശക്തമായ കാറ്റഗറി 4-ലേക്ക് ഉൾപ്പെടുത്തുകയായിരുന്നു. ഭക്ഷണത്തിനും വെള്ളത്തിനും മറ്റ് അവശ്യ സാധനങ്ങൾക്കുമായി ജനങ്ങൾ വലയുന്ന സാഹചര്യത്തിലാണ് ചൂഷണം ഒഴിവാക്കുന്നതിനായി ജമൈക്കൻ പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോൾനേസ് രാജ്യത്തെ ഒരു ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ ഏകദേശം 15,000-ഓളം ജമൈക്കൻ പൗരന്മാർ അഭയ കേന്ദ്രങ്ങളിൽ സംരക്ഷണം തേടിയപ്പോൾ 5,30,000 പേരാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ട് ഇരുട്ടിലായിരിക്കുന്നത്. കൃത്യമായിട്ട് വലിയ ദുരന്തമാണ് മെലീസ ചുഴലിക്കാറ്റ് ഈ ദ്വീപ് സമൂഹത്തെ അപകടത്തിലാഴ്ത്തിയിരിക്കുന്നത്. ദുരന്ത ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച ഉത്തരവിൽ സർക്കാർ വില വർദ്ധിപ്പിക്കുന്നതും പഴയ കടങ്ങൾ ഈടാക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ നിരോധിച്ചിട്ടുണ്ട്. സർവനാശകാരിയായ കാറ്റിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും കെടുതിയിൽ നിന്നും രക്ഷ നേടാനുള്ള ശ്രമത്തിന്റെ ഫലമായി ജമൈക്കൻ സർക്കാർ അമേരിക്കൻ ഭരണകൂടത്തെ സഹായത്തിനായി സമീപിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. കൂടാതെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റിന്റെ വിനാശകരമായ ഫലങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിശക്തമായ വെള്ളപ്പൊക്കം ജമൈക്കയിലെ മുതലകളുടെ എണ്ണം ഇല്ലാതാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ജമൈക്കയിലെ നദികളിലും ഈ പറയുന്ന ഗല്ലികളിലും ചതുപ്പ് നിലയങ്ങളിലും ജലനിരപ്പ് ഉയരുന്നത് മുതലകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കിയേക്കും. അതായത് ഇത് ഈ പുരാതന മാംസഭോജികൾ വരണ്ട സ്ഥലങ്ങൾ തേടി, അതായത് പാർപ്പിട പ്രദേശങ്ങളിലേക്ക് ഇഴഞ്ഞു കയറുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ജമൈക്കയിലെ മുതലകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് സമീപവും ചുറ്റുപാടും ഒതുങ്ങിക്കൂടുന്ന താമസക്കാരും സന്ദർശകരും ജാഗ്രത പാലിക്കാനും വെള്ളപ്പൊക്കം ഒഴിവാക്കാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം സഹായങ്ങൾ ലഭ്യമാക്കാനായി ഒരു റിലീഫ് വെബ്സൈറ്റും ആരംഭിച്ചിട്ടുണ്ട്. കൊടുങ്കാറ്റിന്റെ ആദ്യ അലയൊലികൾ എത്തിയപ്പോൾ തന്നെ ജമൈക്കയിലും ഹെയ്ത്തിയിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലുമായി 7 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കൊടുങ്കാറ്റ് രാജ്യത്തെ സ്പർശിച്ചതിന് ശേഷമുള്ള മരണങ്ങളുടെ കണക്ക് ലഭ്യമല്ലെന്നാണ് സർക്കാർ പറയുന്നത്. കതീനയുടെ തീവ്രതയും മറികടന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് മെലീസ. 2005-ൽ ന്യൂ ഓർലിയൻസിൽ ആഞ്ഞടിച്ച കത്രീന $125 ബില്യൺ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഒപ്പം 1392 പേരുടെ ജീവനെടുക്കുകയും ചെയ്തു. കാറ്റഗറി 5-ൽ ഉൾപ്പെടുന്ന ഒരു കൊടുങ്കാറ്റിനെ അതിജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്തില്ലെന്നും പ്രധാനമന്ത്രി ഹോൾനസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എത്രയും പെട്ടെന്ന് ദുരന്തത്തിൽ നിന്നും കരകയറുക എന്നതാണ് ഇപ്പോൾ മുന്നിലുള്ള വെല്ലുവിളിയെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ഈ ആഴ്ച യാത്ര ആസൂത്രണം ചെയ്ത 5 ആഡംബര നൗകകളെങ്കിലും കൊടുങ്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ വഴിതിരിച്ചുവിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന മൊഡെങ്കോ ബേ, ഗ്രാൻഡ് കെയ്മാൻ, ഗ്രാൻഡ് ടർക്ക്, ആംബർ കോവ് എന്നിവിടങ്ങളിലെ സ്റ്റോപ്പുകളാണ് എടുത്തു കളഞ്ഞത്. അതിന് പകരമായി ഇവ മെക്സിക്കോ, ഹോണ്ട്രാസ്, ബെലീസ്, നാസൗ എന്നിവിടങ്ങൾ സന്ദർശിക്കും. കരമാർഗമുള്ള യാത്രകളും ഏതാണ്ട് പൂർണ്ണമായി തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അക്കാര്യം റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഓരോ പ്രദേശത്തിന്റെയും വെള്ളപ്പൊക്കം, റോഡുകൾക്കുണ്ടായ കേടുപാടുകൾ, മറ്റു പ്രശ്നങ്ങൾ എന്നിവയുടെ ചിത്രങ്ങൾ പങ്കുവെക്കാനും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് മെലീസ ജമൈക്കയിൽ നിന്ന് മാറി കരീബിയൻ കടലിലേക്ക് നീങ്ങിയപ്പോൾ കാറ്റഗറി 4-ൽ ചുഴലിക്കാറ്റായി ചെറുതായി ദുർബലപ്പെട്ടത്. മണിക്കൂറിൽ 145 മൈൽ, അതായത് ഏകദേശം 230 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയത്. മൊഡോഗോ ബേയിൽ ഏകദേശം 20 കിലോമീറ്റർ കിഴക്കും ക്യൂബയിലെ ഗോണ്ടനോബയിൽ നിന്ന് ഏകദേശം 200 മൈൽ തെക്ക് പടിഞ്ഞാറുമായാണ് കൊടുങ്കാറ്റ് സ്ഥിതി ചെയ്യുന്നത്.
പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോൾനസ് ചുഴലിക്കാറ്റിന്റെ ആഘാതത്തെ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചു. രാജ്യത്തെ ഏറ്റവും ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും അത്തരം ശക്തിയെ നേരിടാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടി. ഈ പ്രദേശത്തോ ഒരുപക്ഷെ ലോകത്തെവിടെയോ ഒരു കാറ്റഗറി 5 ചുഴലിക്കാറ്റിനെ ഒരു തരത്തിലുള്ള നാശനഷ്ടവും ഇല്ലാതെ നേരിടാൻ കഴിയുന്ന ഒരു അടിസ്ഥാന സൗകര്യവുമില്ലെന്നാണ് ഹോൾനസ് പറഞ്ഞിരിക്കുന്നത്. ആഘാതം നേരിട്ടുണ്ടായ ജമൈക്ക വിനാശകരമായ നാശനഷ്ടങ്ങൾക്കാണ് അവിടെ സാക്ഷ്യം വഹിച്ചത്. 1.5 ദശലക്ഷത്തിലധികം താമസക്കാർക്കാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടുവെന്നും അവിടെ റിപ്പോർട്ടുകൾ ചെയ്യുന്നത്. മാത്രമല്ല, വലിയൊരു ഭാഗം വെള്ളത്തിനടിയിലായെന്നും അധികൃതർ റിപ്പോർട്ട് ചെയ്തു. കൊടുങ്കാറ്റിന്റെ ആരംഭവും തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് കുറഞ്ഞത് 3 മരണമെങ്കിലും പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് പല സമൂഹങ്ങളും അവിടെ ഒറ്റപ്പെട്ടത്. ഇപ്പോൾ മെലീസ ജമൈക്കയിൽ നിന്ന് മാറുമ്പോൾ ക്യൂബ ആഘാതത്തെ നേരിടാൻ തയ്യാറെടുക്കുന്നു. ചൊവ്വാഴ്ച വൈകിട്ടോ ബുധനാഴ്ച പുലർച്ചെയോ രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ സാന്റിയാഗോ ഡി ക്യൂബയ്ക്ക് സമീപം ചുഴലിക്കാറ്റ് കരയിലേക്ക് പതിക്കുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരം അതിന്റെ പ്രധാന സ്വാധീനം ആ മേഖലകളിൽ അനുഭവപ്പെടുമെന്നും ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ദാസ് കാനറ്റ് പറഞ്ഞിട്ടുള്ള സന്ദേശത്തിൽ വ്യക്തമായി ജനങ്ങൾക്ക് നിർദ്ദേശത്തിൽ നൽകിയിട്ടുണ്ട്. ഒഴിപ്പിക്കൽ ഉത്തരവുകൾ ശ്രദ്ധിക്കാൻ താമസക്കാരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ചുഴലിക്കാറ്റ് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തുമെന്ന് തങ്ങൾക്കറിയാം. ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഏകദേശം 5 ലക്ഷത്തിലധികം ആളുകളെ ഒഴിപ്പിച്ചതായും ക്യൂബൻ അധികൃതർ പറഞ്ഞു. മെലീസയുടെ പ്രൊജക്ട് ചെയ്ത ബാധയിലെ അടുത്ത ബഹാമാസിൽ തെക്കൻ ദ്വീപുകളിലെ താമസക്കാർക്കായി കൂടുതൽ ഒഴിപ്പിക്കലുകൾ നടത്താൻ ഉദ്യോഗസ്ഥർ ഉത്തരവിട്ടു. മെലീസയുടെ പുറംഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഹെയ്തിക്കും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിനും സമീപ പ്രദേശങ്ങളിലും ദിവസങ്ങളോളം പേമാരി പെയ്തതായും കുറഞ്ഞത് 4 പേർ മരിച്ചതായും പ്രാദേശിക അധികാരികൾ പറഞ്ഞു. മെലീസ ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ പ്രാദേശിക സമയം ഉച്ചയോടെയാണ് ജമൈക്കയുടെ തെക്കൻ തീരത്ത് ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. ദ്വീപിന്റെ പല ഭാഗങ്ങളിലും മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിൽ കാറ്റും ശക്തമായ മഴയും പെയ്തു. ജമൈക്കൻ സർക്കാർ ഇതിനകം തന്നെ രാജ്യവ്യാപകമായി ദുരന്ത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടി, പൊതുഗതാഗതം നിർത്തിവെച്ചു, നിർബന്ധിത ഒഴിപ്പിക്കൽ ഉത്തരവിട്ടു. വ്യാപകമായ വൈദ്യുതി മുടക്കം ദ്വീപിന്റെ പകുതിയോളം ഭാഗത്തെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു. ആശയവിനിമയ ശൃംഖലകൾക്കും ഗുരുതരമായി തകരാറ് സംഭവിച്ചു. 13 അടി ഉയരത്തിലെത്തുന്ന വൻ കൊടുങ്കാറ്റ് തിരമാലകൾ നിരവധി തീരദേശ പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കിയിട്ടുണ്ട്. ഇത് താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ നിർബന്ധിതരാക്കി. ആശുപത്രികളിലും എമർജൻസി ഷെൽട്ടറുകളും ബാക്കപ്പ് വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്നിലധികം ഇടവകളിലുടനീളം പരിക്കുകളുടെയും ഘടനാപരമായ കേടുപാടുകളുടെയും റിപ്പോർട്ടുകൾ ഉണ്ട്. കിഴക്കൻ ക്യൂബയിലേക്കും ബഹാമാസിലേക്കും നീങ്ങുന്നതിന് മുൻപ് ജമൈക്ക കടക്കുമ്പോൾ ചുഴലിക്കാറ്റ് കാറ്റഗറി 4ലേക്ക് ചെറുതായി ദുർബലപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടാർപോളിനുകൾ, ശുചിത്വ കിറ്റുകൾ, പുതപ്പുകൾ, സുരക്ഷിതമായ കുടിവെള്ളം തുടങ്ങിയ ദുരിതാശ്വാസ വസ്തുക്കളും റെഡ് ക്രോസ് ശാഖകളിൽ മുൻകൂട്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യാഴാഴ്ച മുതൽ അടിയന്തര ദുരിതാശ്വാസ വിമാനങ്ങൾ ആരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ചൂടുള്ള കരീബിയൻ ജലാശയങ്ങൾക്ക് മന്ദഗതിയിലുള്ള കൊടുങ്കാറ്റിന്റെ ചലനം അതിന്റെ കാറ്റിന്റെ മണ്ഡലവും വലിപ്പവും വർദ്ധിപ്പിച്ചു. ഇത് വിനാശകരമായ കാറ്റിന്റെയും മഴയുടെയും ദൈർഘ്യവും ഭൂമിശാസ്ത്രപരമായ വ്യാപനവും വർദ്ധിപ്പിച്ചു.